കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. ഇന്നലെ നമ്മൾ ഏകാദശ സ്കന്ധം 31 അധ്യായം തോടുകൂടി അത് മുഴുവൻ കഴിഞ്ഞു. അപ്പോൾ ഇന്നലെ അത് പറയാൻ സമയം ഉണ്ടായിട്ടില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി, അതായത് ഏകാദശ സ്കന്ധം എത്ര പ്രധാനമായിട്ടുള്ള സ്കന്ധമാണ് ഭാഗവതത്തിലെ. ആക്ച്വലി ദ്വാദശം അതെ കേട്ടോ, കുറച്ചേ ഉള്ളൂ വെച്ചാലും. പക്ഷേ ഏകാദശം എന്ന് പറഞ്ഞാൽ ശരിക്കും പറയാച്ചാൽ നോർത്ത് ഇന്ത്യയിലൊക്കെ അതിന് മുക്തി സ്കന്ധം എന്നാണ് പറയുകയെന്ന് ഭൂമാനന്ദ സ്വാമി ഒരു ടോക്കിൽ പറയണത് കേട്ടു ഞാൻ. അതേപോലെ തന്നെ നൊച്ചൂർ സ്വാമി അത് പറഞ്ഞിട്ടുണ്ട്. മുക്തി സ്കന്ധം എന്നാണ് അത്രേ പറയുന്നേ. നമ്മളങ്ങനെ പറഞ്ഞിട്ട് ഞാൻ അത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായിട്ടുള്ളൂ. പക്ഷേ എന്തായാലും അതെന്താ കാരണം വെച്ചാൽ മുക്തിയാണ് ഏകാദശ സ്കന്ധത്തിലത്തെ വിഷയം തന്നെ. അപ്പോൾ നമ്മൾ ആലോചിക്കണം, മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളെ ഈ അജ്ഞാനത്തിൽ നിന്നും ഉള്ള മോചനമാണ് മുക്തി. അപ്പോൾ എന്താണ് 11-ാം സ്കന്ധം ചെയ്യണമെന്ന് വെച്ചാൽ, ജ്ഞാനം കൊണ്ട് നമ്മുടെ ഉള്ളിൽ ഭഗവാന്റെ ബുദ്ധോപദേശം കേട്ട് ജ്ഞാനം ഉദിച്ച് നമ്മളെ അജ്ഞാനത്തെ അകറ്റി നമുക്ക് മുക്തി കിട്ടാൻ പറ്റുന്ന ഒരു സ്കന്ധമാണതാണ്. ആ അജ്ഞാനത്തിനെ നശിപ്പിക്കുന്ന ആത്മജ്ഞാനമാണ് ഈ 11-ാം സ്കന്ധം. നമ്മൾ ഇപ്പോൾ കഴിഞ്ഞ 11-ാം സ്കന്ധത്തിലെ വിഷയം തന്നെ. അതായത് ഈ പ്രപഞ്ചത്തിലത്തെ എല്ലാ വസ്തുക്കളും നശ്വരങ്ങളാണ്. അതായത് ഒന്നും പെർമനൻ്റ് അല്ല, വെറും ട്രാൻസിയൻ്റാണ് എന്ന് ഉറച്ച വിശ്വാസം വന്നിട്ട് വൈരാഗ്യം വന്നാൽ മാത്രമേ നമുക്ക് ഈ വിജ്ഞാനമായി മാറുള്ളൂ. അതായത് നമുക്ക് നമ്മളെ ഈ ലോകത്തിലത്തെ ഒന്നും ശാശ്വതമല്ല, ശാശ്വതമായിട്ടുള്ള ഈ ബ്രഹ്മം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ ക്ഷണം കൊണ്ട് അവസാനിക്കുന്നതാണ്. സുഖമാണെങ്കിലും ദുഃഖമാണെങ്കിലും ഇവിടെ കാണുന്നതെല്ലാം എന്ന് ബോധ്യം വന്നിട്ട്, അതായത് അത് മനസ്സിലാക്കി ആ ജ്ഞാനം, ആ അറിവ് നമുക്ക് അനുഭവമാവണേനാണല്ലോ വിജ്ഞാനം പറയുക. അങ്ങനെ ആ ജ്ഞാനത്തിനെ നമ്മൾ വിജ്ഞാനമാക്കി നമ്മൾ മാറ്റുന്ന സമയത്ത് മാത്രമേ നമുക്ക് ഈ ഒരു അജ്ഞാനനാശം ഉണ്ടാവുള്ളൂ. അതായത് വൈരാഗ്യം ഉറച്ചാലേ നമ്മൾ ജ്ഞാനത്തിന് അർഹനാവുള്ളൂ. അതാണ് ഏകാദശ സ്കന്ധത്തിലത്തെ ആ യാദവ വംശത്തിന് ആദ്യം അങ്ങനല്ലേ തുടങ്ങിയത് അല്ലേ? സാമ്പൻ പെൺവേഷം കെട്ടിപ്പോയി മഹർഷിമാർ ശപിക്കുകയാണല്ലോ. അതായത് ഈ ബ്രാഹ്മണ ശാപം കൊണ്ട് യദുകുലം നശിക്കും എന്ന് പറഞ്ഞിട്ട് അതാണ് തുടങ്ങിയത്. അതിൽ തന്നെ എന്താ മനസ്സിലാവണമെന്ന് വെച്ചാൽ, ഈവൻ ഭഗവാന്റെ കുലം കൂടിയും ഈ പ്രപഞ്ചത്തിൽ വന്നു കഴിയുമ്പോൾ അതിന് നാശം ഉണ്ടാകുന്നു. അപ്പോൾ ആ ഒരു വൈരാഗ്യം കൊണ്ട് നമുക്ക് നല്ല വൈരാഗ്യമുള്ള മനസ്സായാലേ നമ്മൾ ജ്ഞാനത്തിന് അർഹമാണല്ലോ. അങ്ങനെ നമ്മളെ റെഡിയാക്കി കൊണ്ടുവരികയാണ് ഈ 11-ാം സ്കന്ധത്തിലെ ബുദ്ധോപദേശം തുടങ്ങണ വരെ. ആക്ച്വലി പ്രഥമ സ്കന്ധം തൊട്ട് ഭഗവാന്റെ ലീലകളടക്കം നമ്മളെ കൊണ്ട് കേൾപ്പിച്ച് അവസാനം നമ്മളെ ഇതൊന്നും ശാശ്വതമല്ല എന്ന ആ ശാപം കൂടിയും കഴിഞ്ഞതിന് ശേഷമാണല്ലോ ബുദ്ധോപദേശം വരണത് അല്ലേ? അപ്പം നമ്മുടെ മനസ്സിൽ വൈരാഗ്യം നിറയ്ക്കാനാണ് ആദ്യത്തെ 10 സ്കന്ധങ്ങളും. അതിൽ എല്ലാം ഉണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വൈരാഗ്യം കുറേശ്ശെയായി ഉണ്ടായി. നമ്മൾ കണ്ടു 9-ാം സ്കന്ധത്തിൽ ഒരുപാട് രാജാക്കന്മാരുടെ പേര് പറഞ്ഞു. അവരൊക്കെ പോയി. മകൻ്റെ മകൻ. അതിൻ്റെ അർത്ഥം എന്താ? എത്ര വലിയ രാജാക്കന്മാരാണെങ്കിലും അവരും നാട് നീങ്ങി അതിൻ്റെ മക്കളായി. അപ്പം അങ്ങനെ ആ ലോകത്തിൻ്റെ ഒരു നശ്വരതയെ നമുക്ക് കാണിപ്പിച്ച് കൊണ്ടുവന്നിട്ട് വൈരാഗ്യം പൂർണ്ണമായിട്ടുള്ള മനസ്സിലെ ജ്ഞാനം ഉദിക്കുള്ളൂ. അല്ലെങ്കിൽ ജ്ഞാനം നമുക്ക് മനസ്സിലായിച്ചാലും അനുഭവം ആവണച്ചാൽ വൈരാഗ്യം തികയണം എന്നാണ്. അങ്ങനെ അല്ലാതെ നമുക്ക്
ഈ ജനന മരണ ചക്രത്തിൽ നിന്ന് മുക്തി കിട്ടാൻ പറ്റില്ല. അതാണ് അവസാനത്തെ 2 അധ്യായത്തിൽ പറഞ്ഞ. ഇങ്ങനെ ആ അഖണ്ഡവും പരിപൂർണവുമായ ആ ബ്രഹ്മജ്ഞാനം കൊണ്ട് മാത്രമേ നമുക്ക് ഈ ജീവഭാവം വിട്ടിട്ട്, അതായത് ദേഹാഭിമാനം വിട്ട് ഞാൻ ആത്മാവാണ് എന്ന അനുഭവം ഉണ്ടായിട്ട് മുക്തനായി തീരണമെങ്കിൽ ഈ ഏകാദശ സ്കന്ധം വരെ വായിച്ച് ഏകാദശ സ്കന്ധം ശരിക്കും ഉൾക്കൊണ്ടാൽ നമുക്ക് ഈ ദേഹാഭിമാനം വിട്ട് നമ്മൾക്ക് ആത്മസാക്ഷാത്കാരം കിട്ടും. അതുകൊണ്ടാണ് ഇതിന് മുക്തിസ്കന്ധം എന്ന് പറയുന്നത്. അതായത് ഈ സ്കന്ധത്തിന് തന്നെ ദിവസേന കേട്ട് മനനം ചെയ്താൽ ഒരാളുടെ സാധകൻ്റെ എല്ലാ അജ്ഞാനങ്ങളും നീങ്ങി ഈ സംസാര ചക്രത്തിൽ നിന്ന് നമുക്ക് മുക്തി നേടാം. അതുകൊണ്ടാണ് മുക്തിയാണ് ലക്ഷണം. ഏത്? ഈ ദശലക്ഷണങ്ങളുണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഈ ഏകാദശ സ്കന്ധത്തിൽ മുക്തിയാണ് പ്രതിപാദ്യ വിഷയം. അതെ നമ്മുടെ ലക്ഷ്യവും അതാണല്ലോ. ഇനി ദ്വാദശ സ്കന്ധത്തിൽ നമ്മളിനി ദ്വാദശ സ്കന്ധത്തിലേക്ക് കടക്കുകയാണ് കേട്ടോ. അതിലത്തെ പ്രതിപാദ്യ വിഷയം ആശ്രയം എന്നാണ്. അതായത് നമുക്ക് ആശ്രയമായി നിൽക്കുന്ന, ഈ പ്രപഞ്ചത്തിന് മുഴുവൻ ആശ്രയമായി നിൽക്കുന്ന ശക്തി ഏതാണോ അതിൽ ആ ശക്തിയുമായി നമ്മൾ ഐക്യം പ്രാപിക്കണം തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ എന്താ പറയുക വെച്ചാൽ, ഒരിക്കലും പിന്നെ പുനർഭവമായിട്ടുള്ള മോക്ഷം, ജീവൻ അങ്ങനെ ബ്രഹ്മത്തിൽ ലയിക്കുന്നതാണ് ആശ്രയം എന്ന് പറഞ്ഞാൽ. അതായത് നമുക്ക് ആശ്രയമായിട്ടുള്ള ആ ബ്രഹ്മത്തിൽ ജീവഭാവം വിട്ട് നമ്മൾ ലയിച്ച് ചേരുന്നതാണ് ആശ്രയം. അതുകൊണ്ടാണ് ദ്വാദശ സ്കന്ധത്തിന് ആശ്രയം ആണ് അതിൻ്റെ പ്രതിപാദ്യ വിഷയം തന്നെ എന്ന് പറഞ്ഞത്. അതായത് ജീവനെ ബ്രഹ്മത്തിൽ നിന്ന് ഞാൻ വേറെയാണെന്ന് വിചാരിക്കണതും ഈ പ്രപഞ്ചം സത്യമാണെന്നുള്ള പ്രതീതി, അതായത് നമ്മൾ ബ്രഹ്മത്തിൽ നിന്ന് വേറെയാണ് എന്ന് വിചാരിക്കുന്നിടത്തോളം കാലം നമുക്ക് ഈ പ്രപഞ്ചം ശരിയാണെന്നുള്ള പ്രതീതി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ഞാൻ വേറെയാണെന്നുള്ള ഭാവം, ഞാൻ ഈ ദേഹമാണെന്നുള്ള ദേഹാഭിമാനവും മുഴുവനെ പോയാലേ ഈ പ്രപഞ്ചം സത്യമാണെന്നുള്ള പ്രതീതിയും നമുക്ക് നശിച്ചിട്ട് നമുക്ക് ഈ ആശ്രയം കൊണ്ടുള്ള അനുഭൂതി, അതായത് നമ്മൾ ബ്രഹ്മൈക്യം പ്രാപിച്ചാലുള്ള അനുഭൂതി കൈവരണമെങ്കിൽ ഈ പ്രപഞ്ചം ഉണ്ടെന്നുള്ള പ്രതീതിയും നമ്മൾ വേറെയാണെന്നുള്ള പ്രതീതിയും മായന്നെ വേണമെന്ന്. അത് വരണമെങ്കിൽ നമുക്ക് എന്നാലേ നമുക്ക് ആശ്രയം അനുഭവമായി എന്ന് വരുള്ളൂ എന്നർത്ഥം. അതെ, അങ്ങനെയല്ലേ? കാരണം നമ്മളൊക്കെ ബ്രഹ്മൈക്യം പ്രാപിക്കുന്നതിനെ തന്നെയാണ് ആശ്രയം എന്ന് പറയുന്നത്. അപ്പോൾ ജീവൻ്റെ ലക്ഷ്യം ആശ്രയമായിട്ടും 11 സ്കന്ധങ്ങളിലും അതിനെപ്പറ്റി പറഞ്ഞില്ല. ഇതാണ് അൾട്ടിമേറ്റ്. ഇതാണ് മോക്ഷം എന്ന് പറഞ്ഞാൽ ജനനമരണ ചക്രത്തിൽ നിന്നുള്ള മോചനം, അല്ലെങ്കിൽ അജ്ഞാനം കൊണ്ട് അജ്ഞാനത്തിന് നശിപ്പിക്കണത് തന്നെയാണ്. പക്ഷേ അതും കൂടിയും കഴിഞ്ഞ് അവസാനത്തെയാണ് ബ്രഹ്മൈക്യം. അപ്പോൾ 11 സ്കന്ധങ്ങളിലും ഈ ബ്രഹ്മൈക്യത്തിനെ പറ്റി പറയാതെ 12ാമത്തെ സ്കന്ധത്തിലാണ് ഭഗവാൻ അത് പറയണത്. ഇനി അങ്ങനെ അതിലേക്കാണ് നമ്മൾ കടക്കണത്. അതിൽ പല കാര്യങ്ങളും അതിൻ്റെ കൂടെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് പതുക്കെ ദ്വാദശ സ്കന്ധം, വിച്ച് ഈസ് ആക്ച്വലി ബ്രഹ്മൈക്യം, ആശ്രയം എന്നുള്ള സ്കന്ധത്തിലേക്ക് നമുക്ക് ഇന്ന് പ്രവേശിക്കാം. ഇതിൽ 12 അധ്യായമാണുള്ളത്. അത് കഴിഞ്ഞാൽ 13 അത് കഴിഞ്ഞാൽ നമ്മളെ ഭാഗവതം സമാപ്തം ആവും. അപ്പോൾ നമുക്ക് ഈശ്വരൻ്റെ അനുഗ്രഹത്തോടു കൂടി നമുക്ക് ഈ ദ്വാദശ സ്കന്ധത്തിലേക്ക് നമുക്ക് കടക്കാൻ, ഭഗവാന്റെ അനുമതിയോട് കൂടിയിട്ട് നമുക്ക് ദ്വാദശ സ്കന്ധത്തിലേക്ക് ഇന്ന് കടക്കാൻ ശ്രമിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധം 1-ാം അധ്യായം അതിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞുവല്ലോ, ആശ്രയത്തിനെ പറ്റിയാണ് പറയണമെന്ന് പറഞ്ഞുവല്ലോ. ഈ ആദ്യത്തെ 6 അധ്യായം
ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിനോട് പറയണത് തന്നെയാണ് കേട്ടോ ആദ്യത്തെ 6 അധ്യായം. പിന്നെയുള്ളത് സൂതൻ ഉഗ്രശ്രവസ് ശൗനകാദി മഹർഷികളോട് പറയണതാണ് പിന്നത്തെ 6 അധ്യായം. അപ്പോൾ മാത്രമല്ല, അപ്പോൾ ആദ്യത്തെ 4 അധ്യായം കൊണ്ട് നമ്മൾ ഒരു സമയവും കളയരുത് അതായത് നമ്മൾ ഭഗവാനെ പറ്റി കേൾക്കാനും വായിക്കാനും പറയാനും ഒക്കെയുള്ള സന്ദർഭം മാക്സിമം ഉപയോഗിക്കണം എന്നൊക്കെയാണ് ആദ്യത്തെ 4 അധ്യായത്തിൽ പറയണത്. എത്ര പ്രധാനമാണ്, കാലം വേഗം പോവും, അതുകൊണ്ട് അതൊക്കെ പറഞ്ഞു. പിന്നെ ആദ്യത്തെ അധ്യായത്തിൽ ഭാവിയിൽ വരാൻ പോണ മഗധ രാജാക്കന്മാരെ പറ്റിയാണ് പറയണത്. പിന്നെ അപ്പോൾ നമുക്ക് ആദ്യത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. രാജോവാച. രാജോവാച എന്താണ്? സ്വധാമാനുഗതേ കൃഷ്ണേ യദുവംശവിഭൂഷണേ കസ്യ വംശോഭവത് പൃഥ്യാമേതദ്വാചക്ഷമേ മുനേ. യദുവംശവിഭൂഷണേ, യജുവംശത്തിന് അലങ്കാരമായിട്ടുള്ള കൃഷ്ണേ, ശ്രീകൃഷ്ണൻ, സ്വധാമത്തെ അനുഗതേ, സ്വധാമത്തിലേക്ക് പോയപ്പോൾ, പൃഥ്യാം ഭൂമിയിൽ, കസ്യ വംശ ആരുടെ വംശം, അഭവത് ഭവിച്ചു. ഭഗവാൻ സ്വധാമത്തിലേക്ക് സ്വർഗാരോഹണം കഴിഞ്ഞതിന് ശേഷം പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുകയാണ് ആരോടെ, ശുകബ്രഹ്മർഷിയോട്, ഹേ മഹർഷേ, ഭഗവാൻ പോയതിന് ശേഷം ഭൂമിയിൽ ആരാണ് ആരുടെ വംശമാണ് ഉണ്ടായിരുന്നത്, അത് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ വളരെ സന്തോഷമാണ് എന്നാണ് പറയുന്നത്. വൈകുണ്ഠത്തിലേക്ക് പോയി ഭഗവാന്റെ സ്വർഗാരോഹണം കഴിഞ്ഞപ്പോൾ ഈ ഭൂമിയെ പാലിച്ചിരുന്നത് ആരാണ്, എനിക്കത് അറിഞ്ഞാൽ കൊള്ളാമെന്ന് പറയുകയാണ്. അതായത് ശ്രീകൃഷ്ണൻ്റെ അവതാരം വരെ ഉള്ളത് 9-ാം സ്കന്ധത്തിൽ പറഞ്ഞുല്ലോ. പിന്നെയോ 10-ലാണെങ്കിൽ 10-ാം സ്കന്ധത്തിലെ ദശമത്തിലാണെങ്കിൽ മുഴുവൻ ഭഗവാന്റെ കഥയാണ് പറഞ്ഞത് അല്ലേ. 11-ലും അതെ, ഭഗവാന് ഉദ്ധവോപദേശം അടക്കം. അതിനിടയ്ക്ക് വേറെ നമുക്ക് പല തത്വങ്ങളൊക്കെ വന്നു, പക്ഷേ മെയിനായിട്ട് ഭഗവാന്റെ സ്വർഗാരോഹണം വരെ ഉള്ളതാണ് 10-ലും 11-ലും പറഞ്ഞത്. അതുവരെ ബാക്കിയുള്ള 9-ൽ മുഴുവൻ ബാക്കി രാജാക്കന്മാരെ പരമ്പര ശ്രീരാമനടക്കം പറഞ്ഞു അല്ലേ. ഇത് അതുകൊണ്ടാണ് ഇനി ഉണ്ടാവാൻ പോണ ഈ ഭഗവാന്റെ തിരോധാനത്തിന് ശേഷം ആരാണ് ഭരിക്കുക ഈ ഭൂമി എന്നാണ് അറിയേണ്ടത്. അതാണ് ചോദിച്ചത്. അപ്പോൾ ശ്രീകൃഷ്ണ മറുപടി പറയുന്നതാണ് അടുത്ത ശ്ലോകം. രാജോവാച. സ്വധാമാനുഗതേ കൃഷ്ണേ യദുവംശവിഭൂഷണേ കസ്യ വംശോഭവത് പൃഥ്യാം ഏതദ്വാചക്ഷമേ മുനേ. അപ്പോൾ ശ്രീശുകവാച. യോന്ത്യ പുരഞ്ജയോ നാമ ഭാവ്യോ ബാർഹദ്രഥോ നൃപഃ തസ്യാമാത്യസ്തു ശുനകോ ഹത്വാ സ്വാമിനമാത്മജം. 3 കൂടി ഒന്നിച്ച് ചെയ്യാം. പ്രദ്യോതസംജ്ഞം രാജാനം കർത്തായത് പാലകസ്തുതഃ വിശാഖയൂപസ്തത്പുത്രോ ഭവിതാ രാജകസ്തതഃ. ബാർഹദ്രഥ ബൃഹദ്ധത വംശത്തിലുള്ളവനും, ബാർഹദ്രഥൻ എന്ന് പറഞ്ഞാൽ ബൃഹദ്രഥൻ്റെ വംശത്തിലുള്ളവനും, പുരഞ്ജയ നാമ പുരഞ്ജയൻ എന്ന് പേരുള്ളവനും, അന്ത്യ അവസാനം ജനിക്കുന്നവനുമായ യഹ നൃപ ഏതൊരു രാജാവോ, തസ്യ അമാത്യ അവൻ്റെ മന്ത്രിയായ ശുനക ഹത്തു ശുനകനാവട്ടെ, സ്വാമിനം ഹത്വ സ്വാമിയെ വധിച്ചിട്ട്, പ്രദ്യോതസംജ്ഞം ആത്മജം പ്രദ്യോതജൻ എന്നു പേരായ സ്വന്തം മകനെ രാജാനം കർത്ത രാജാവായി നിശ്ചയിക്കും. യസ്യ സുതഃ അവൻ്റെ പുത്രൻ, പാലകഃ പാലകൻ, തത്പുത്ര അവൻ്റെ മകൻ, വിശാഖയൂപൻ തത്പുത്ര അവൻ്റെ പുത്രനായിട്ട്, രാജകഃ ഭവിത രാജകൻ ഭവിക്കും. ഇതാണ് പറയണത്. എന്താ അറിയോ, അതിൻ്റെ ആ ഓർഡർ പറയുകയാണ്. ഇനി വരാൻ പോണതാണ് ഇതിപ്പോൾ. ഇനി വരാൻ പോണവരെയാണല്ലോ ചോദിക്കണത് കൈൻഡ് ഓഫ്, അതായത് ഭഗവാൻ പോയതിന് ശേഷം. അപ്പോൾ പറയുകയാണ്, ബൃഹദ്രഥ വംശത്തിൽ ബൃഹദ്വംശത്തിൽ ഭാവിയിൽ വരണ രാജാവായിട്ട് അവസാനം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരാളെ, പുരഞ്ജയൻ എന്നാ പേര്. പുരഞ്ജയൻ്റെ മന്ത്രി ശുനകൻ എന്ത് ചെയ്തു, ഈ പുരഞ്ജയനെ കൊന്നു. എന്നിട്ട് ഈ മന്ത്രിയുടെ പുത്രനായിട്ടുള്ള പ്രദ്യോതനനെ
രാജാവാക്കും. അതായത് ഏറ്റവും അവസാനം പറഞ്ഞു നിർത്തിയത് പുരഞ്ജയനാണ്. ആ പുരഞ്ജയൻ്റെ മന്ത്രി ശുനകൻ പുരഞ്ജയനെ കൊന്ന് തൻ്റെ മകനായിട്ടുള്ള പ്രദ്യോതനെയും രാജാവാക്കും. ആ പ്രദ്യോതൻ്റെ പുത്രൻ പാലകനും പാലകൻ്റെ പുത്രൻ വിശാഖയൂപനും ആ വിശാഖയൂപൻ്റെ പുത്രൻ രാജകനുമാവും പിന്നത്തെ ഭരണം ചെയ്യണവർ എന്നങ്ങനെ ആ സീരീസ് ഇങ്ങനെ മകൻ്റെ മകൻ പറയാണ്. ശ്രീശുകവാച യോന്ത്യപുരഞ്ജയോ നാമ ഭവിഷ്യോ ബാരഹദ്രഥ തസ്യാമാത്യസ്തു ആമാത്യം ച മന്ത്രേണ തസ്യാമാത്യസ്തു ശുനകോ ഹത്വാ സ്വാമിനമാത്മജം പ്രദ്യോതസംജ്ഞം രാജാനം കർത്തായത് പാലകസ്സുത വിശാഖയൂപസ്തത്പുത്രോ ഭവിത രാജകസ്തതഃ. ഇനി നന്ദിവർദ്ധനസ്തത്പുത്രഃ പഞ്ചപ്രദ്യോതന ഇമേ 38 ഭോക്ഷ്യന്തി പൃഥിവീം നൃപാः. ഇനി അദ്ദേഹത്തിൻ്റെ രാജകൻ എന്ന് പറഞ്ഞ ആളുടെ പുത്രൻ തത്പുത്ര നന്ദിവർദ്ധന, ആ രാജകൻ്റെ മകൻ നന്ദിവർദ്ധനൻ. പിന്നെയോ ഇമേ പഞ്ചപ്രദ്യോതനാः നൃപാः പൃഥിവീം 38 ഭോക്ഷ്യന്തി. അതായത് പ്രദ്യോതന്മാർ എന്ന് പ്രസിദ്ധമായിട്ടുള്ള ഇമേ പഞ്ചപ്രദ്യോതനാഹ, പ്രദ്യോതന്മാർ എന്ന് നല്ല പേര് കേട്ട 5 രാജാക്കന്മാർ ഭൂമിയെ എത്ര കൊല്ലം എന്നാ പറഞ്ഞ 38 138 കൊല്ലം ഭരിക്കും എന്നാണ് ഇതിൽ പറഞ്ഞത്. അതായത് അത് പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഈ രാജകൻ്റെ അതല്ലേ പറഞ്ഞ 4-ാമത്തെ അതെ എന്താ പറഞ്ഞാൽ രാജകൻ്റെ പുത്രൻ നന്ദിവർദ്ധനൻ. അങ്ങനെ പ്രദ്യോതൻ മുതൽക്കുള്ള ഈ പറഞ്ഞ 5 രാജാക്കന്മാർ, പ്രദ്യോതൻ പറഞ്ഞൂല്ലോ മറ്റേ അയാളെ മകനെ ആക്കി പറഞ്ഞൂല്ലോ, പിന്നെ ഈ പുരഞ്ജയനെ കൊന്നിട്ട് മന്ത്രി, ആ പ്രദ്യോതൻ തൊട്ടുള്ള ഈ 5 രാജാക്കന്മാരാണ് പിന്നത്തെ ഭഗവാൻ പോയതിന് ശേഷമുള്ള 138 കൊല്ലം ഭൂമിയെ പരിപാലിക്കുന്നത് എന്ന് പറഞ്ഞു. ഇനി ശിശുനാഗസ്തോ അത് വായിക്കാം. നന്ദിവർദ്ധനസ്തത്പുത്ര പഞ്ചപ്രദ്യോതന ഇമേ 38 ഭോക്ഷ്യന്തി പൃഥിവീം നൃപാः. ശിശുനാഗസ്തോ ഭാവ്യഃ കാകേവർണസ്തു തത്സുതഃ ക്ഷേമധർമ്മ തസ്യ സുതഃ ക്ഷേത്രജ്ഞ ക്ഷേമധർമ്മജഃ. ഇനി എന്താ പറയണേ, അതിന് സ്തതഃ അതിന് ശേഷം ഭാവ്യ ഭവിക്കാനുള്ളവൻ, അതായത് ഇനി ഉണ്ടാവാൻ പോണ തസ്യ സുത, അതായത് ഈ പിന്നെ എന്താണ് നന്ദിവർദ്ധനൻ്റെ മകൻ പുത്രൻ ക്ഷേമധർമ്മജൻ. പിന്നെ ക്ഷേമധർമ്മനിൽ നിന്ന് വേറൊരാൾ ജനിച്ചു, അതാണ് സൂത്രജ്ഞൻ. അതാണ് നന്ദിവർദ്ധനൻ്റെ പുത്രൻ ശിശുനാഗൻ അത് പറയുന്നുണ്ട് കേട്ടോ. നന്ദിവർദ്ധനൻ്റെ പുത്രൻ ശിശുനാഗൻ, അവൻ്റെ പുത്രൻ കാകവർണ്ണൻ, അവൻ്റെ പുത്രൻ ക്ഷേമധർമാവ്, അവൻ്റെ മകൻ ക്ഷേത്രജ്ഞൻ. അതിങ്ങനെ പേര് പറയണേ കേട്ടോ, ഒന്നും വേണ്ട. ശിശുനാഗസ്തോ ഭാവ്യ കാകവർണ്ണസ്തു തത്സുതഃ ക്ഷേമധർമ്മ തസ്യ സുതഃ ക്ഷേത്രജ്ഞ ക്ഷേമധർമ്മജ വിധിസാര സുതസ്തസ്യ അജാതശത്രു ഭവിഷ്യതി ദർഭകസ്തത്സുതോ ഭാവി ദർഭകസ്യ അജയസ്മൃതഃ. എന്താണ്, ക്ഷേത്രജ്ഞൻ്റെ മകൻ വിധിസാരൻ, അവൻ്റെ മകൻ അജാതശത്രു, ആ അജാതശത്രുവിൻ്റെ മകൻ ദർഭകൻ്റെ മകൻ അജയൻ. അതുവരെ ഒക്കെ പേര് പറയണേ ഉള്ളൂ. വിധിസാര സുതസ്തസ്യ അജാതശത്രുർഭവിഷ്യതി ദർഭകസ്തത്സുതോ ഭാവി ദർഭകസ്യ അജയഃ സ്മൃതഃ. ഇനി 3 ശ്ലോകം ഒന്നിച്ച് ഒക്കെ ഇങ്ങനെ പേര് പറയാട്ടോ. നന്ദിവർദ്ധന ആജേയോ മഹാനന്ദി സുതസ്തതഃ ശിശുനാഗ ദശൈവേദേ 60 സമാഭോക്ഷ്യന്തി പൃഥിവീം കുരുശ്രേഷ്ഠ കുലൗ നൃപാः മഹാനന്ദിസുതോ രാജൻ ശൂദ്രീഗർഭോദ്ഭവോ ബലി മഹാപത്മപതി കശ്ചിന്നന്ദക്ഷത്രവിനാശകൃത് തതോ നൃപാ ഭവിഷ്യന്തി ശൂദ്രപ്രായാസ്ത്വധാർമ്മികാः. ആ അജയൻ്റെ പുത്രൻ നന്ദിവർദ്ധനൻ, അവൻ്റെ പുത്രൻ മഹാനന്ദി, പിന്നെയോ
ഹേ കുരുശ്രേഷ്ഠ, പിന്നെ ഈ ശിശുനാഗൻ തൊട്ടുള്ള ഈ 10 രാജാക്കന്മാർ 360, അതാണ് ഷഷ്ട്യുത്തര ശതത്രയം. ശിശുനാഗ ദശൈവേദ തൊട്ട 10 രാജാക്കന്മാർ, തുടർച്ചയായിട്ട് 10 രാജാക്കന്മാർ കൂടി 360 ഷഷ്ട്യുത്തര ശതത്രയം 360 സംവത്സരം രാജ്യം പരിപാലനം ചെയ്യും. പിന്നെയോ അതെ, ഭൂമിയെ വഹിക്കും. കുരുശ്രേഷ്ഠ, ഹേ പിന്നെ പരീക്ഷിത് മഹാരാജാവേ, ശൂദ്രീ ഗർഭോദ്ഭവ, ശൂദ്രസ്ത്രീയുടെ ഗർഭത്തിൽ നിന്ന് ജനിച്ചവൻ, ബലി മഹാബലവാൻ, മഹാപത്മപതി, മഹാപത്മം എന്ന് പറയപ്പെടുന്ന സൈന്യത്തിൻ്റെ അധിപൻ, ക്ഷേത്രവിനാശകത്, ക്ഷത്രിയവംശത്തെ നശിപ്പിക്കുന്നുവൻ, തഥാ അതിനുശേഷം ശൂദ്രതുല്യരായ നൃപന്മാർ ഭവിഷ്യന്തി. പിന്നെന്താ പറയണത് രസമുണ്ടോ? ഈ ഇങ്ങനെ 360 കൊല്ലം ഈ ശിശുനാഗൻ തൊട്ട് 10 രാജാക്കന്മാരെ പറഞ്ഞു. പിന്നെ പരീക്ഷിത് മഹാരാജാവേ, മഹാനന്ദിയുടെ പുത്രനും ഒരു ശൂദ്ര സ്ത്രീയിൽ നിന്ന് ജനിച്ചവനും ബലശാലിയും ക്ഷത്രിയവർഗത്തെ നശിപ്പിക്കുന്നവനും നന്ദൻ എന്ന പേരോടുകൂടിയതിനുമായ ഒരാളുണ്ടാവും. അവൻ മഹാപത്മം എന്നു പേരായ മഹാപത്മ അനവധി ആൾക്കാരുള്ള സൈന്യം നമ്പർ, അതായത് ഈ അക്ഷൗഹിണി പോലെ സൈന്യത്തിൻ്റെ അധിപനായി തീരും. ആര്? ഈ പിന്നെ നന്ദൻ എന്ന് പറഞ്ഞ അയാൾ വലിയ സൈന്യാധിപനാവും. അവൻ മുതൽക്കുള്ള രാജാക്കന്മാരൊക്കെ ശൂദ്രന്മാരെ പോലെ ക്ഷത്രിയ ഗുണങ്ങളില്ലാത്തവരാണെന്ന്. അവൻ മുതൽക്ക് ഈ നന്ദൻ തൊട്ട് ഉള്ള രാജാക്കന്മാരൊക്കെ ശൂദ്രതുല്യരാണ്. അതുകൊണ്ട് തന്നെ അവരൊന്നും ക്ഷത്രിയധർമ്മമൊന്നും അനുഷ്ഠിച്ചിരുന്നില്ല എന്നാണ് ഈ 3 ശ്ലോകത്തിൽ പറഞ്ഞത് കേട്ടോ. നന്ദിവർദ്ധന ആജേയോ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടുള്ളത് പറയണം, ഇമ്പോർട്ടൻ്റ് ആയിട്ടല്ല. പരീക്ഷിത്ത് പറയാൻ പറഞ്ഞപ്പോൾ സുഖബ്രഹ്മർഷി പറയുക, നന്ദിവർദ്ധന ആജേയോ മഹാനന്ദി സുതസ്തതഃ ശിശുനാഗ ദശൈവേദേ ഷഷ്ട്യുത്തര ശതത്രയം സമാഭോക്ഷ്യന്തി പൃഥിവീം കുരുശ്രേഷ്ഠ കലൗ നൃപാഹ മഹാനന്ദി സുതോ രാജൻ ശൂദ്രീ ഗർഭോദ്ഭവോ ബലീച്ച ബലശാലിയാണ് നന്ദനെ. മഹാപത്മപതി, അതായത് വലിയൊരു സൈന്യമാണ് മഹാപത്മം എന്ന് പറയുന്നത്. അതിൻ്റെ അധിപതി കശ്ചിൻ നന്ദക ക്ഷത്രവിനാശകൃത്, ക്ഷത്രിയന്മാരെയൊക്കെ നശിപ്പിക്കുക. തതോ നൃപാ ഭവിഷ്യന്തി ശൂദ്രപ്രായസ്ത്വധാർമ്മിക, അധാർമികന്മാരാണ്, ശൂദ്രപ്രായന്മാരാണ്, ക്ഷത്രിയധർമ്മമൊന്നും അനുഷ്ഠിക്കാത്തവർ. ഇനി നമുക്ക് 10 ചെയ്യാം. ഇതിപ്പോൾ പേര് പറഞ്ഞ് പോവാൻ വേണ്ടി വായിക്കുന്നേ വേണ്ടു. 10 സ ഏകഛത്രാം പൃഥിവീം അനുല്ലംഘിത ശാസന ശാസിഷ്യതി മഹാപത്മോ ദ്വിതീയ ഇവ ഭാർഗവ. അനുല്ലംഘിത ശാസന, അതായത് ലംഘിക്കാൻ പറ്റാത്ത ആജ്ഞയോട് കൂടിയവനും മഹാപത്മവാനുമായ, അതായത് വലിയ സൈന്യത്തിൻ്റെ അധിപൻ, സഹ അവൻ, ദ്വിതീയ ഭാർഗവ ഇവ, രണ്ടാമത്തെ ഭാർഗവരാമനെ പോലെ, പരശുരാമനെ പോലെ. പരശുരാമൻ 21 പ്രാവശ്യം ക്ഷത്രിയന്മാരെ നശിപ്പിച്ചുവല്ലോ, അതുപോലെ ഇയാളൊരു അഭിനവ ഭാർഗവൻ എന്ന് പറയാമെന്ന്. അതായത് രണ്ടാമത്തെ പരശുരാമനെ പോലെ ഏകഛത്രാം പൃഥിവിയും, ഏകമായ ഛത്രത്തോടു കൂടിയ പൃഥിവിയെ ശാസിഷ്യതി, ഇയാൾ പിന്നെ ഏകാധിപതിയായിട്ട് ഭൂമിയെ ഭരിക്കും എന്നാണ് പറഞ്ഞത്. അതായത് ഈ നന്ദൻ മഹാപരാക്രമശാലിയാണ്. രണ്ടാമത്തെ പരശുരാമനാണെന്ന് തോന്നാൻ തക്കോണം ക്ഷത്രിയരെയൊക്കെ നശിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അയാൾ അനവധി കാലം ഏകാധിപതിയായിട്ട് ഭൂമി ഭരിക്കും. അതാണ് പറഞ്ഞ ഏകശാസനയിൽ വെച്ച് പരിപാലിക്കുന്ന. സ ഏകഛത്രാം പൃഥിവീം അനുല്ലംഘിത ശാസന ശാസിഷ്യതി മഹാപത്മോ ദ്വിതീയ ഇവ ഭാർഗവ. രണ്ടാമത്തെ പരശുരാമനാണെന്ന് തോന്നും, അത്ര പിന്നെ ബലശാലിയാണ്, ക്ഷത്രിയരെ നശിപ്പിക്കുമെന്ന് പറഞ്ഞ് 11 കൂടി ചെയ്യാം. തസ്യ ചാഷ്ടൗ ഭവിഷ്യന്തി സുമാല്യപ്രമുഖാഃ സുതാഃ യ ഇമാം ഭോക്ഷ്യന്തി മഹിം രാജാന സ്മ ശതം സമാഃ. സുമാല്യപ്രമുഖ, സുമാല്യൻ മുതലായ 8 സുതാഃ 8 പുത്രന്മാർ തസ്യ ഭവിഷ്യതി, ഈ നന്ദന്, ഈ ദുഷ്ടനെ. രണ്ടാമത്തെ ഭാർഗവരാമൻ പറഞ്ഞില്ലേ, അയാൾക്ക് 8 പുത്രന്മാർ ഉണ്ടാവും. ഏ രാജാന, ആ രാജാക്കന്മാർ, ശതം സമാഹ 100 സംവത്സരം ഈ മാം മഹി, ഈ ഭൂമിയെ ഭുജിക്കും, മീൻസ് ഭരിക്കും. അപ്പോൾ ഇയാളുടെ 8 പുത്രന്മാരാണ് പിന്നത്തെ 100 കൊല്ലം ഭരിക്കാൻ പോണത് എന്നാണ് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നമുക്കത് വായിച്ച് നിർത്താട്ടോ. ഇവിടെ 11-ാമത്തെ
തസ്യ ചാഷ്ടൗ ഭവിഷ്യന്തി സുമാല്യപ്രമുഖാः സുതാ യ ഇമാം ഭോക്ഷ്യന്തി മഹീം രാജാന സ്മ ശതം സമാഹ. പിന്നെ ഇയാളുടെ 8 പുത്രന്മാർ 100 കൊല്ലത്തോളം ഈ രാജ്യം ഭരിക്കും എന്ന് പറഞ്ഞ് നമുക്കിന്നിവിടെ നിർത്താം. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുവായൂരപ്പ ശരണം.